ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, ഇന്നൊരു വീഡിയോ എടുക്കാൻ തോന്നിയോണ്ട് ഇന്ന് വീഡിയോ എടുക്കും. ഒരാളുടെ കാത്തേക്കുന്നുണ്ട്. നീക്കൊന്ന് വേണ്ടേ? മേഗിയാ? മേഗി അങ്ങനെ തിന്നൂടാ, കുറച്ചേ തിന്നൂടൂ. ആ, വയറ് വേദന എടുക്കും. അതെന്നെ പറഞ്ഞ, വയറ് വേദന എടുക്കും. തുന്നിട്ട് വായി കഴുകുക. കഴുകണം കേട്ടാ. മേഗി അങ്ങനെ എപ്പം കൊടുക്കില്ല കേട്ടോ, എപ്പെങ്കിലും കൊടുക്കില്ല. പിന്നെ കൊടുക്കുന്ന ഞാൻ ഇവൻ എന്ത് സാധനം കൊടുക്കുന്നുണ്ടെങ്കിലും അതിന് പകുതി ഞാൻ എടുക്കും. വേറൊന്നുമല്ല, വേണമെന്നുണ്ടെങ്കിലും വേണ്ടാന്നുണ്ടെങ്കിലും ഞാൻ എടുക്കും. എന്നെങ്കിലും അത് കളഞ്ഞാൽ തിരക്കണ്ട. ഇവരിപ്പം അത്ര മോശപ്പെട്ട സാധനമാണെങ്കിൽ ഞാൻ അങ്ങനെ കൊടുക്കാൻ നിൽക്കൂല. ചാടിയാലും തിരക്കുണ്ട്. വയറ്റിൽ വെറുതെ സൂക്കട് വരുത്തിക്കിടല്ല. എല്ലാം കൊടുക്കും, കൊടുക്കാത്തൊന്നുമില്ല. എല്ലാ സാധനവും ഞാൻ കൊടുക്കലുണ്ട്. പിന്നെന്താ, പിന്നെ നമ്മ ഏതാ കെമിക്കൽ അല്ലാത്തതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ പാത്രത്തിലിട്ടല്ലോ. ഞാൻ ഉള്ളിയൊന്നും ഇട്ടിട്ടില്ല കേട്ടാ, ഉള്ളിയൊന്നും ഇട്ടിട്ടില്ല. ഇങ്ങനെ വെള്ളത്തിൽ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ ഇവൻ തിന്നൂല. ഇവൻ ഉള്ളിയെല്ലാം പത്തിക്കളി. പിന്നെ വെറുതെ ഇട്ടുകൊടുക്കുക, തിന്നാണ്ട് പിന്നെ ഉള്ളി എന്തിട്ട് കൊടുക്കുന്നു. കുറച്ചേ തരുമോ? നല്ലോണം തരൂല. അത് ഇപ്പൊ പറയുന്നല്ലേ കുറച്ച് മതി. ഇപ്പൊ ആദ്യം ചോദിക്കൂലേ? ഓ, അപ്പുറത്ത് ഇരിക്കറ. ബിഗ് ബോസ് അതാ, ബിഗ് ബോസ്. ഇപ്പോൾ ബിഗ് ബോസ് എല്ലാം നോക്കുന്നുണ്ട്. ഇപ്പോൾ ഡാൻസ് എല്ലാം ഉണ്ടായതുകൊണ്ടാണ് തോന്നുന്നു. അല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ഫോണെല്ലാം നിർത്തിയിട്ടുണ്ട്. കുറേ കാലമായിട്ട് ഇവൻ ഫോണിൻ്റെ ഒരു അടിമയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം കൊടുക്കുന്നവരോടെല്ലാം കൊടുക്കണ്ടല്ലോ. വീട്ടിൽ നിന്ന് ഇപ്പോൾ അമ്മ അച്ഛനെല്ലാം ഇങ്ങനെ കൊടുക്കും. കുരുത്തകൾ കളിക്കുമ്പോൾ മാമനെ ഫോൺ വയ്ക്കാൻ പറയും. 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ. പിന്നെ വെച്ചാൽ ഇവൻ അടങ്ങിയിരിക്കാനാവില്ല. എന്തെങ്കിലും ആയിട്ട് അതിൽ എൻഗേജ്ഡ് ആവണം. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ കണ്ണിന് മോശം. കണ്ണെന്നല്ല ഒരു സമയത്ത് കണ്ണെന്നെല്ലാം വെള്ളം വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പേടിച്ചു പോയി. അപ്പോൾ ഞാൻ ഒരു കണ്ണട വെക്കുന്നുണ്ടായതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഇത് അറിയാം, ബുദ്ധിമുട്ടറിയാം. അപ്പോൾ ഞാനിപ്പോൾ ഫോൺ കൊടുക്കയില്ല. കുറവന്നെന്നല്ല, ഇപ്പോൾ കൊടുക്കയില്ല. ഇപ്പം മിനിയാനിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലായില്ലേ. മിനിയാനിപ്പം ഞാൻ കയ്യാണ്ട് കിടക്കുന്ന സമയത്ത് അമ്മക്ക് ഇവനെ കൊണ്ട് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവനെ അത് ഇങ്ങനെ എന്തിപ്പോൾ ഒരു സാധനം കൊടുത്താൽ അത് ഒന്നിക്കിലും അത് പൊട്ടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആ ചെയ്തിട്ടുണ്ടാവും. ഒരു നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കുരുത്തക്കേടാണ് ഇവൻ്റെത്. അപ്പോൾ ഒരു 2 മിനിറ്റ് ദൂരം വെച്ച് കൊടുത്തിട്ട് കാണിച്ചു കൊടുത്തതാ പറഞ്ഞു. ദൂരം വെച്ച് കൊടുത്തിട്ടാന്ന് തോന്നുന്നത്. 2 മിനിറ്റ് ആ കഴിഞ്ഞാണ് എൻ്റെ അടുത്തേക്ക് വന്നു ചെയ്തു. ഇപ്പം അങ്ങനെ ഫോൺ വളർന്നിട്ട് വാശി പിടിക്കയില്ല. ഇപ്പം ടി വി അല്ലെങ്കിൽ ഞാൻ ടി വിയിൽ ഇടവന്നാൽ ടി വിയിൽ വെച്ച് കൊടുക്കലുണ്ട്. ആൻഡ്രോയിഡ് ടി വി ആണെങ്കിൽ പിന്നെ യൂട്യൂബ് കിട്ടുമല്ലോ, അപ്പം അങ്ങനെ വെച്ച് കൊടുക്കലുണ്ട്. ഇപ്പോൾ പിന്നെ അതും വെച്ച് കൊടുക്കല്. കാരണം അതിപ്പോൾ മനസ്സിലുണ്ടെങ്കിൽ ഡെയിലി ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഓർമ്മ പോയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ടി വി ഷോസ് എല്ലാം ഇല്ലേ, അല്ല ഇടയ്ക്ക് ഇങ്ങനെ അടിയുണ്ടെങ്കിൽ ഇപ്പം സീരിയലെല്ലാം ഇടയ്ക്കിട്ട് നോക്കും. സിനിമയിൽ ഇപ്പം അടിയെല്ലാം ഉണ്ടെങ്കിൽ നോക്കും ഇരുന്നിട്ട്. അങ്ങനെയല്ല ഇപ്പം. അതുകൊണ്ടിപ്പം ആ ഫോണിൻ്റെ ആ ഒരു സ്ക്രീൻ ഇത് കുറഞ്ഞു. സ്ക്രീനോടുള്ള ഒരു താല്പര്യം കുറഞ്ഞു. പിന്നെ ഇപ്പം എന്താ, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് ഓർത്തയാണ് കേട്ടാ. ഇങ്ങനെ കായ്, പച്ചക്കായില്ലേ, കൂട്ടുകറി വെക്കാൻ വേണ്ടിയിട്ട് മുറിച്ചതാ. അമ്മേ, ഒന്ന് ഇങ്ങോട്ട് വരല്ലോ. ഇങ്ങോട്ട് വരല്ലോ, ഇങ്ങോട്ട് വരല്ലോ. കൈ മുറിഞ്ഞു. കത്തി കൊണ്ട് എനിക്കപ്പോഴും കൈ മുറിച്ചതന്നെ. മുറിഞ്ഞിട്ടേ കളു പറഞ്ഞു. ഇങ്ങോട്ട് വരല്ലോ, ഇങ്ങോട്ട് വാ. ഇത് ഇങ്ങോട്ട് വാ. ഇതാ അമ്മ ചിരിക്കല. ഞങ്ങള് പറഞ്ഞ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു, നിങ്ങളെ കാണിക്കാം.
എന്താക്കാണ് ഫിൽറ്റർ ഇടണം. എനിക്കപ്പോഴും കൈ മുറിച്ചിട്ടുള്ളത് ഇങ്ങനെ അമ്മ പറഞ്ഞ് ഇങ്ങനെ ഇടാനോ ഒന്ന് ഫിൽറ്റർ ഇടണോന്ന് ചോദിക്കുന്നത്. ഫിൽറ്റർ ഒന്നും ഇല്ല, ഇതിൽ ഫിൽറ്റർ ഇടാൻ കഴിയില്ല. കടലയും കഴിഞ്ഞ വെള്ളത്തിലിട്ട് വെച്ച്. അപ്പോൾ ഇന്ന് ഉച്ചക്ക് കൂട്ടറിയാണ് കഴിച്ചതാ. കടലയാക്കിൻ്റെ കടല ബാക്കി കുറച്ച് എന്തിനു മേടിച്ചു. ഞാനാ വശം കയറണം. വീഡിയോ എടുക്കാം. 3 മുറിച്ചു വേണ്ടേ? ഇത് ഇത്ര അതെയോ? കടല വെള്ളത്തിലിട്ട കളറ് അല്ല കളറ് കൈക്കല്ല കായില് പറയും. കടലയും കായും മെരിച്ചിലൊക്കെ വെച്ച് നോക്കണല്ലോ. നിങ്ങൾക്ക് വെക്കാനറിയില്ല. ഞാൻ വെക്കറിയാം. ഒന്നും ആക്കണ്ട. ഒന്നിട്ടൂടാ. കുരുമുളകും രസം മഞ്ഞപ്പൊടി. രസം മഞ്ഞപ്പൊടി തേങ്ങ ഒതുക്കിയിട്ട് കൂട്ടണം. ഒതുക്കലല്ല, തേങ്ങ വറുക്കണം. അതന്നെ, അതാണ് പച്ചത്തേങ്ങ ഒരു വശം ലേശം വറുക്കാം. രണ്ടാമത് വറുത്തിട്ടിടല് നല്ലോണം വറുക്കല്. എന്നിട്ട് ലാസ്റ്റ് ലേശം ഇങ്ങനെ വെറുതെ ഇടണം തേങ്ങ. മനസ്സിലായ? കുറച്ച് ഒതുക്കിയിട്ട് ഇടണം. 2 ടൈപ്പിൽ ഇടണം. തേങ്ങ അടിക്കാൻ കിട്ടില്ലേ നിങ്ങൾക്ക്? 2 ടൈപ്പിൽ ഇടണം. വെച്ചത് ലാസ്റ്റ് ഇങ്ങനെ ഒതുക്കിയിട്ടതാണ്. ഒതുക്കിയിട്ട് ഇടണം. മറ്റേ ചീ ഇടണം. ലേശം മറ്റേ ചീ ഇടണം. മറ്റേ ഷാൻജിയാന്റെ വീഡിയോ ഇല്ലേ? ഞാൻ അതിൽ നോക്കിയത്. വേണ എന്തിനാ ചൂട് മാഗിയാ? കടലക്ക് ഉപ്പുണ്ടാവും. അങ്ങനെ മേത്ത് വീണാൻ കിണ്ടല്ല. അളക്ക് നമ്മ എടുത്ത് നടക്കാൻ നീ എടുക്കുന്നേ. കുഞ്ഞു കൊടുത്തു. ഓൻ കൊടുത്തു. ഓനെ ആദ്യം ചോദിക്കുന്നു. ഞാൻ തിന്നിട്ട് മടുന്നു. ഇതാരി കണ്ണട പൊട്ടിച്ചത്. ഇതാ എൻ്റെ കണ്ണടരെ എടുക്കണ്ട അല്ല കിട്ടും. എൻ്റെ കണ്ണടയുടെ അവസ്ഥ ഉണ്ട്. ഇതാ ഈ മഹാൻ പൊട്ടിച്ചാണ്. ഈ മഹാൻ നീ എന്നെ പൊട്ടിച്ച എൻ്റെ കണ്ണട. തൽക്കാലം ഇങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ കാല് മാറ്റണം. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കനപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ. മല്ല ഇപ്പൊ നിർത്തിയിട്ടേ പാടിക്കൂടൂ. സ്പീഡിൽ പാടിക്കൂടാ. പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടേ. കിളിപ്പൂമകളെ നീ അലിയും പൂന്തണലാണ്. ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ്. അലിവോടെ തൊടും സാന്ത്വനമാണ്. ഇതിലെ വാ ഇതിലെ വാ കനവിലെ ചിറകുമാൻ പകലിലെ വഴികളിൽ വെയിലു പോലലയുവാൻ. ഓൻ അയില് ആടിലെ കാട്ടിൽ തെണ്ടുന്നുണ്ട്. എടാ ഇങ്ങോട്ടാ ഇന്ന് വാ. അത് ചളിയാക്കിയിട്ടുണ്ടെങ്കിലില്ല എന്നെ അമ്മമ്മ ചീത്ത പറയും. വേഗം വന്നോ. ഒരു സാധനം ആക്കാനുണ്ട്. വേറൊന്നുമല്ല, മറ്റേ നമ്മളെ സേവിങ്സ് ബോക്സ് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ നിൽക്കുമ്പോൾ മറ്റേ ആ വീഡിയോ കണ്ടത്. ഞാൻ അതിൻ്റെ ഉള്ളിൽ പൂപ്പൽ പിടിക്കുന്നത്. അപ്പോൾ പിന്നെ ആക്കാമെന്ന് വിചാരിച്ചു. ഒരു ബോക്സ് തന്നെ ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് കവർ ചെയ്തിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അങ്ങ് ഓടിപ്പോയി തന്നിട്ടാ. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സാധനം. പിന്നെ ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ എന്താ ഈ കൊറിയറിൻ്റെ ബോക്സ്, ഇതിപ്പോൾ അച്ഛൻ്റെ പണി സാധനം വെച്ചാൽ സ്വിച്ച് എല്ലാം കൊണ്ടുവരില്ലേ, അതിൻ്റെ ബോക്സാണ്. അതുപോലത്തെ എടുത്തിട്ട് ഇതുപോലെ കവർ ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റാത്ത വിധത്തിലാക്കും.
കവർ ചെയ്യും ഫുള്ള്. എന്നിട്ട് എന്തെങ്കിലും ഇട്ട് വെക്കും പൈസ. അപ്പോൾ അതാണ് എൻ്റെ പണി. പണ്ട് മുതലേ ഒരു പണിയാണ്. പിന്നെ ഇപ്പോൾ പിന്നെ മറ്റേ ട്രെൻഡായ സാധനത്തിൽ ഒരു നോട്ട് ഇടേണ്ടത് ഒരു കോയിൻ ഇടേണ്ടതും രണ്ട് വെവ്വേറെ ഹോൾ ഉണ്ടായതുകൊണ്ട് അങ്ങനെ ആക്കിയെന്നേലും വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം ഇവിടെ ഉച്ചക്ക് ഇവിടെ പോവും. പിന്നെ മീനും എന്താ എല്ലാം ഉണ്ടോ, പച്ചക്കറി എല്ലാം ഉണ്ടാവും. മീനും ചിക്കനും രണ്ടൊന്നും ഇവിടെ ചോറ് നമുക്കാർക്കും ഇറങ്ങില്ല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് എപ്പം ആര് വന്നാലും ചിക്കൻ എപ്പോൾ സ്റ്റോക്ക് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ മീൻ പൊരിച്ചത്, കൂട്ടുകറി, പിന്നെ മീനിൻ്റെ മത്തിക്ക് ഒരു നല്ല നെയ്യിൽ നല്ലൊരു വലിയ മത്തിയാണെങ്കിൽ ഇതുണ്ടാവുമല്ലോ അമ്മ ഇണറെന്ന് അതിന് പറയല്, മീനിൻ്റെ മുട്ട. അത് വറവ് ഇങ്ങനെ തേങ്ങയിലിട്ട് കടുവലും പൊട്ടിച്ച് തേങ്ങയിൽ ഇങ്ങനെ അധികം മസാലപ്പൊടിയൊന്നും ഇടാണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പെല്ലാം പൊട്ടിച്ച് തേങ്ങയിലിട്ട് ആക്കിയൊരു സാധനം. അപ്പം അതും കൂട്ടിയിട്ട് ചോറ് കഴിച്ചു. വേറൊരു സാധനം ഉണ്ട് കേട്ടോ, സംഭവം ഉണ്ട്, കാണിച്ചു തരാം. ഇതില്ലേ എൻ്റെ മീത്തേ കുറേ സാധനങ്ങളുണ്ട്. ഇതെന്താണ്? ഇത് നമ്മളെ കാസറോളും. ഇതെല്ലാം അച്ഛന് കിട്ടുന്ന കേട്ടാ. ഇതെന്താ വേറെ എന്തൊക്കെയോ ഉണ്ട്. ഇതെന്താണ്? ഇതല്ല, ഇതാ ഇതിലൊരു സാധനം കുറേ എന്തൊക്കെയുണ്ട്. ഇതിലൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ പാൻ, ഇനി പിന്നെടുത്തതാ ഇതിലത്തെ പാൻ. അച്ഛന് ഇഷ്ടം പോലെ ഇതെല്ലാം കിട്ടിയതാട്ടെ. ഇതാ ഈ കാസറോള് ഇതെല്ലാം അച്ഛന് ഗിഫ്റ്റായിട്ട് കിട്ടുന്നതാണ്. ഇതിൻ്റെ അപ്പുറത്തെല്ലാം ഉണ്ടല്ലോ, ഞാൻ എടുത്ത് വെച്ചത്. അതിൻ്റെ അടിയിലത്തൊക്കെ ഉണ്ട്. ഇതാ ഇനി കുറേ സാധനങ്ങളുണ്ടായിന് കേട്ടാ. കുറേയൊക്കെ കൊടുത്ത് തീർത്ത്. ഒന്നടാ നോനെടുക്കുന്നു എൻ്റെ മേത്തെല്ലാം എങ്ങനെ വെള്ളായേ? ഉറങ്ങാ തൊട്ടിലാട്ടട്ടാ. വാ അടച്ചോ. വാ ഇത് താഴെ ഇട്ടിട്ടെങ്കിൽ ഓൻ താഴെ വീകും. ഓൻ്റെ കളി വെച്ചിട്ട് ഓൻ എന്തായിട്ടും താഴെ വീകും. കുറച്ച് സമയം ഉറങ്ങി ഗൈസ്. സമയം 4:41. ചായ കുടിക്കാം. അച്ഛൻ എന്തോ കൊണ്ടുവന്നിട്ടുണ്ട്, നോക്കട്ടെ. കാണിച്ച കൈവ കാണിച്ചേ. ആള് പറയുന്നു രാവിലെ ചിലവാകും. രാവിലെ അങ്ങനെ ഒന്നും ഇതല്ലേ പൈസക്ക് വരുന്നില്ല. അച്ഛനെങ്ങനെ എണ്ണപ്പലഹാരങ്ങൾ കൊണ്ടുവരൽ കുറവാണ്. ഇപ്പം ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോകുന്നത് കൊണ്ടാണ് കൊണ്ടുവന്നത്. പിന്നെ അതും കൂട്ടി ചായ കുടിച്ചു. നമ്മൾ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ടാ. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇവള് വന്നു. ഇവള് ഡ്രസ്സൊന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ട് വന്നതാണ്. എനിക്കിങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലുമായിട്ട് ഇവിടുന്ന് കൊണ്ടുപോകണം. അത് എനിക്ക് നിർബന്ധമാണ്. ഒന്നുമില്ലെങ്കിലും പോവും, പക്ഷേ അങ്ങനെയല്ല, എന്തെങ്കിലുമായിട്ട് കൊണ്ടുപോകുമ്പോൾ അതൊരു എന്താ, എനിക്കിഷ്ടമാണ് അങ്ങനെ കൊണ്ടുപോകാൻ. അപ്പോൾ അധികവും ഞാൻ പറിക്കുന്ന സാധനമാണ് കപ്പക്കായ്. വീട്ടിൽ അച്ഛന് ഭയങ്കര ഇഷ്ടമായി കപ്പക്കായ് ഒക്കെ പരിപ്പിലിട്ട് വെക്കുന്നപ്പം ഞാനിവിടുന്ന് കപ്പക്കായ് പറിക്കാണ്ട് പോകില്ല. പിന്നെ കരിയാമ്പില മീൻസ് കറിവേപ്പില, നമ്മൾ കരിയാമ്പില എന്ന് പറയും, അതും കൂടി പറിക്കും. അപ്പോൾ അതെല്ലാം നമ്മളെ അടുത്ത് കുറേ അധികം ഉണ്ട്. അപ്പോൾ അതൊക്കെ പറിച്ചിട്ട് തന്നെ വീട്ടിലേക്ക് പോവുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.